ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള പെപ്പർ ചിക്കനാണ്. അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഏകദേശം ഒരു 500 ഗ്രാം ചിക്കൻ എടുക്കുന്നുണ്ട്. രണ്ട് ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞെടുക്കാം. അഞ്ച് വലിയ അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് നീളത്തിലുള്ള കഷ്ണങ്ങളായി മുറിച്ചെടുക്കാം. 15 ചെറിയ ഉള്ളിയും ഒരു മീഡിയം സൈസ് സവാള എടുത്തേക്കുന്നത്. അത് നൈസായി അരിഞ്ഞെടുക്കാം. രണ്ട് മീഡിയം സൈസ് തക്കാളി എടുക്കുന്നുണ്ട്. അതും നീളത്തിൽ അരിഞ്ഞെടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് മൂപ്പിച്ചെടുക്കാം. അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് നന്നായി മൂപ്പിക്കാം. മൂത്തതിന് ശേഷം അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും ഉള്ളിയും ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് വഴറ്റാം. ഉള്ളിയൊക്കെ നന്നായി മൂത്തൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവണം. ഇപ്പോൾ ഉള്ളിയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, അര ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ. നമ്മൾ 1.5 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ഇപ്പോൾ 1 ടീസ്പൂൺ ചേർക്കുക. അതിനുശേഷം അവസാനം അര ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഓയിൽ കുറവാന്ന് തോന്നിയതുകൊണ്ട് 1 ടീസ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചേക്കുന്നത്. നന്നായിട്ട് മൂത്തതിന് ശേഷം തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം.
തക്കാളി ആഡ് ചെയ്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് അടച്ചു വെച്ച് നന്നായി കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ തക്കാളി എല്ലാം നന്നായിട്ട് വെന്തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട്, കാരണം ഉള്ളി വഴറ്റിയപ്പോൾ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ചിക്കൻ്റെ പീസിലേക്ക് എല്ലാ മസാലകളും എത്തണം. നന്നായി യോജിപ്പിച്ചെടുക്കാം. നമ്മൾ വേറെ വെള്ളമൊന്നും ഇതിൽ ചേർക്കണ്ട. ചിക്കനിൽ നിന്ന് തന്നെ ആവശ്യത്തിന് വെള്ളമൊക്കെ വന്നോളൂ. അതിൽ കിടന്ന് വേണം നന്നായി ചിക്കൻ കുക്കായി വരാനായിട്ട്. അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചിക്കനിൽ നിന്നൊക്കെ വെള്ളം വരാൻ തുടങ്ങിയിട്ടുണ്ട്. അടച്ചു വെച്ച് കുറച്ച് സമയം കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ചിക്കൻ്റെ പീസൊക്കെ നന്നായി കുക്കായിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ചിക്കനിലെല്ലാം പെരണ്ടിരിക്കുന്ന പാകമായിട്ട് ഞാൻ എടുത്തേക്കുന്നത്. എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പെപ്പർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.